ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് കണ്ണൂരിൽ തന്നെ ഉള്ളതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്ഡ് കഫേസ് ആയിരിക്കുന്ന വൈൽഡ് കഫേയിലോട്ടൊക്കെയാണ്. ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് ഇവിടുത്തെ ടോട്ടൽ ഒരു അറ്റ്മോസ്ഫിയറും വൈബൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ നെക്സ്റ്റ് കലാപരിപാടിയായ മെനു ഒന്ന് സെർച്ച് ചെയ്യുക, ഒന്ന് തറവായിട്ട് സെർച്ച് ചെയ്യുക എന്നുള്ള പരിപാടിയിലോട്ടേക്ക് കടന്നു. മെനു ബുക്കൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യം 2 ഡ്രിങ്ക്സാണ് പറഞ്ഞത്. എനിക്ക് രണ്ടും ഭയങ്കര സംഭവങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല, ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഡ്രിങ്ക്, ഇപ്പം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാധാ ഒരു ഒരു ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രിങ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നത്തിങ് എക്സെപ്ഷണൽ. അതുപോലെ തന്നെ അവരുടെ സിഗ്നേച്ചർ കോഫിയും ഒരു ആവറേജ് ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള കാര്യം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തു. ബൈ ദ വേ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. അതിനുശേഷം നമ്മൾ ഒരു ഹെൽത്തി ഓപ്ഷൻ എന്ന നിലയ്ക്ക് ഗ്രീക്ക് ചിക്കൻ ബൗൾ സാലഡിലോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ ഇന്ന് കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അതാണ്. അതിനുശേഷം ഞാൻ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞത് ചിക്കൻ പാർച്ചയാണ്. അവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം ആണെന്നാണ് അവർ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഐ വാസ് എക്സ്പെക്ടിങ് ബോൺലെസ് പീസസ് ഓഫ് ചിക്കൻ. എനിക്കറിയില്ല എന്തിനാണ് അവർ ബോണുള്ള പീസസ് ഓഫ് ചിക്കൻ തന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ എന്തായാലും കഫേയിൽ കൈയൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൂഡിലല്ല ഉണ്ടാവുക. അപ്പോൾ ഈ സാധനം ഞാനിപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ എന്തായാലും കൈ കൊണ്ട് കഴിക്കേണ്ടി വന്നു. അതിനുശേഷം കൈ കഴുകി തിരിച്ച് വീണ്ടും മറ്റുള്ള ഐറ്റംസ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഉണ്ടായത്. ഈ ഒരു ഐറ്റവും ഇറ്റ് വാസ് ഗുഡ്, ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് എൻ ആവറേജ് ഡിഷ്. കൂടുതലും സോസിൻ്റെ ഒരു ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ മെയിനായിട്ട് ഓർഡർ ചെയ്ത മെയിൻ കോഴ്സായിട്ട് പറഞ്ഞത് ഈ പെസ്റ്റോ പാസ്തയാണ്. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കഴിച്ച പാസ്താസിൽ വെച്ചിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ബാഡ് പാസ്താസ് എന്ന് പറയേണ്ടി വരും. കാരണം അതിൽ ഒരുപാട് സോസസ് ആയിരുന്നു. ക്രീമിൻ്റെ ഒക്കെ ഒരു അതിപ്രളയം എന്നൊക്കെ പറയേണ്ടി വരും. അത് ഭയങ്കരമായിട്ട് എന്നെ മടുപ്പിക്കുന്നുണ്ടായിരുന്നു. ടു ബി ഫ്രാങ്ക്, അതെനിക്ക് കഴിച്ച് തീർക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പകുതി വെച്ചിട്ട് അത് നിർത്തുകയാണ് ചെയ്തത്. ഒരു ഹാഫ് പോർഷനൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പാസ്ത എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അല്ല. ഐ വിൽ നെവർ ഗോ ആൻഡ് ഹാവ് ദാറ്റ് പാസ്ത ഫോർ ഷുവർ. അതിനുശേഷം ഞാൻ ഓർഡർ ചെയ്തത് അവരുടെ പല റീൽസിലൊക്കെ കണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് ഐറ്റം എന്തായാലും പറയുന്നത് വിചാരിച്ചു. അപ്പോൾ സിയർ ഫിഷ് സിട്രസ് സോസാണ് പറയുന്നത്. ഫിഷ് അതേ ഫോമിൽ തന്നെ, അധികം മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോമിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കാനാണ് സാധ്യത. അങ്ങനെ ഉള്ള ആൾക്കാർ മാത്രമായിരിക്കും ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ വൈൽഡ് കഫേ എക്സ്പീരിയൻസ് വാസ് നോട്ട് സോ ഗ്രേറ്റ്. ഞാൻ എന്തായാലും അടുത്ത സെക്കൻഡ് ടൈം എന്തായാലും റിട്ടേൺ ചെയ്യാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ചാനൽ ആൻഡ് ഡ്രോപ്പ് എ കമൻറ്റ്. ആൻഡ് നിങ്ങൾ വൈൽഡ് കഫേ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ നിന്നുള്ള എക്സ്പീരിയൻസ്, എൻ്റെ റേറ്റിംഗും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.